1500 rupees നെന്മീന്. മട്ടൺ ഇല്ലേ വില? ചെറുതി കുടമ്പുളിയിട്ട് തകർത്തേക്കണം കേട്ടോ. കുറച്ച് വറക്കാൻ മാറ്റി വെച്ചേക്കാം. ആ പച്ചക്കുരുമുളക് അരച്ച് വറുത്ത സൂപ്പർ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോ ചേർത്ത് വെച്ച ഫിഷ്മോളിയില്ലേ, കപ്പ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങാൻ കൊള്ളത്തില്ല. ഇച്ചിരി ഇളന്താളിപ്പുണ്ട്, അത് കൊത്തി വേവിച്ചേക്കാം അല്ലേ വെച്ചേ? അയ്യോ ടപ്പയൊക്കെ മീൻ കറി കൂടെ സൂപ്പർ ആയിരിക്കും. ആനിമേ, എനിക്ക് ഗ്ലോബൽ മലയാളി അസോസിയേഷൻ സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നെ ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് കണ്ടെയ്നർ പോകേണ്ട ദിവസമാണ്. നീ മെയിലിലൊന്ന് ചെക്ക് ചെയ്യ്. ചെറുതി കറി കലക്കിക്കോ കേട്ടോ. അതെ, മോന്റെ കാര്യം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ എല്ലാം നോക്കിക്കോളും. പിന്നെ ഞാൻ മനഃപൂർവ്വം അല്ല കേട്ടോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു വന്നപ്പോ മുഴുവൻ പോത്തുപാടും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മീനോട് ഇത്ര പ്രിയം? കഴിഞ്ഞ പ്രാവശ്യം വന്നേച്ചു ഇപ്പൊ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നേ. കൊളസ്ട്രോൾ 300, ആൻജിയോഗ്രാം വരെ ചെയ്യേണ്ടി വന്നു. നീ മാസിക കഴിച്ചോണ്ടിരിക്കുവാണോ? മാസിക വായിക്കുന്നത് കേട്ടോ. ചേട്ടത്തിയുടെ മീൻകറി അടിപൊളിയാ. അതിന് ഉപ്പും മുളകൊന്നും പിടിക്കാൻ സമയമായിട്ടില്ലല്ലോ. നന്നായി പിടിച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? എടാ വന്നിച്ചിട്ട് കപ്പയും മീനും കഴിച്ചു പോ. ചേട്ടന്റെ സ്നേഹത്തോടെ ഉണ്ടാക്കിയല്ലേ. അതിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല ഇതിന്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവോ? കണ്ടില്ല എഴുന്നേറ്റ് വരുന്ന സമയം, മണി ഉച്ചയായി. ഫിഷ് ഫ്രൈ ഒന്ന് തരാവോ? താങ്ക്സ്. പപ്പ ഫിഷ് ഫ്രൈ വേണ്ട, ഓട്സ് കഴിക്ക്. ഒരു ക്യാരറ്റ് എടുത്തോട്ടെ. എന്നാണ് ടൗണിൽ പുതിയ TFC തുടങ്ങി, അവിടുന്ന് കേട്ടില്ലേ? ബർഗർ. നീയൊക്കെ അല്ലേ വേറെ വല്ലതും ഇത് കഴിക്കുവോ? എടി 2 റൊട്ടിക്കകത്തോട്ട് ചിക്കൻ പീസ് വെക്കും, എന്നിട്ട് അതിനകത്തോട്ട് ഈ സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞങ്ങോട്ട് തിരിക്കും. അത് മേടിച്ച് കഴിക്കാൻ ഇവനെ പോലുള്ള പൊട്ടന്മാരും സായിപ്പ്മാരുടെ ഒരു ബുദ്ധിയേ. സായിപ്പന്മാരുടെ ഇപ്പൊ ഒരു പുച്ഛം. അത് നമ്മുടെ ഈ നാടൻ ഫുഡ് തന്നെയാ ബെസ്റ്റ്. അതുകൊണ്ട് എന്റെ ഓട്സ്, അവിടെ ഓട്സ് ബെസ്റ്റാ. ചോദിക്കണമേ, അങ്ങയുടെ ഇഷ്ടാനുസരണം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഐശ്വര്യവും സമാധാനവും നൽകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആഹാ, നല്ല ഒന്നാം തരം പൂവൻ 300 രൂപ. പൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവൻ 400. നാടനൊന്നുമല്ല, അത് 400 ഒരു തരം. 400 2 തരം. 500 രൂപ. ജെയിംസ് 500 പോരട്ടെ. 600 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 600. പോരട്ടെ. നല്ല കൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവനാണ്. ലേലം വിളിക്കുന്നില്ലേ? എനിക്ക് കോഴി വേണ്ട, നല്ല നാടൻ പൂവന. എന്റെ വക്കച്ച ഒന്ന് കയറ്റി പിടിക്കേ. വേണ്ട ചോ, നാടൻ കോഴിയല്ലേ, കൊളസ്ട്രോളാ. തുടങ്ങട്ടെ, അപ്പൊ വിളിക്കാം. വക്കച്ചന് വേണ്ടാത്ത കോഴി 600. 700. 700. ജെയിംസ് 700. 800 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 800. മറ്റത്തിൽ ഔസേപ്പേട്ടൻ 800. 1000. പിടിച്ചേക്കുന്നു. 1000 ഒരു തരം. 1100 രൂപ. 1100 ഒരു തരം. 2 തരം, 3 തരം. ഇത്തവണ ലേലത്തിന്റെ ഹൈലൈറ്റ് പുളിക്കൽ ജോർജ് കുട്ടിച്ചേന്റെ ആട്ടിൻകുട്ടി 4000 രൂപ. നല്ല നാടൻ പ്ലാവില കൊടുത്തു വളർത്തിയ നാടൻ ആട്ടിൻകുട്ടി 4000 രൂപ. എന്റെ വക ഒരു 5000. പടിഞ്ഞാറപ്പറമ്പിൽ ജോസൂട്ടിയെ 5000 രൂപ. 6000. കുരിശിങ്കൽ ടോണി 6000. 7000. നീ കൂനറിഞ്ഞ് ഇവര് കേട്ടോ. വേണോ? എനിക്ക് വേണ്ട, ആടല്ലേ, അത് കൊളസ്ട്രോളാ. 8000. ടോണിച്ചൻ 8000. എന്നാ ജോസൂട്ടി 9000. അതെ അച്ചോ, വല്ല പച്ചക്കറി വിളിക്കുന്നോ വിളിക്കേ. ഇല്ല ഞാൻ പാട്ടിന് പോകും. മണിക്കൂർ 3. എന്റെ പൊന്നു വക്കച്ച ലേലം ഉറപ്പിച്ചു. ജോസൂട്ടി 10000 രൂപ. 1 തരം, 2 തരം, 3 തരം. 10000. ആർക്കും വേണ്ടേ? അച്ഛൻ വെച്ച് തന്നല്ലേ, ഇനി എനിക്കിട്ട് എന്നാണ് വെക്കാൻ പോകുന്നത്. പച്ചക്കായ മറക്കണ്ട. ഓടാ അവിടുന്ന്. ചേട്ടനാണോ? വക്കച്ചന് നല്ല നാടൻ പടവലങ്ങ. നിനക്ക് വണ്ടി തന്നെ അവളെ കൊല്ലാൻ സഹിച്ചു. കുറച്ചാലത്തേക്കൊന്നും മിണ്ടാതിരിക്കാവോ? ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ആയിട്ട് ഞാൻ
എന്തോ മിസ്സിംഗ് ആന്ന് തോന്നുന്നു. മിസ്സിങ് മോളെ വണ്ടിയിലോട്ട് കയറി വീട്ടിലോട്ട് വിടാം. വേണ്ട ജോസൂട്ടി ചേട്ടാ, എനിക്ക് റിൻസിയുടെ വീട്ടിലൊന്ന് കയറണം. ആ ഹായ്, കൊള്ളാലോ. ഇതെന്നാ ആട്ടുകുഞ്ഞിനെ ലേലം വിളിച്ചായിരുന്നോ? മോളെ എല്ലാവരും ലിഫ്റ്റ് കൊടുത്താ. ജോസാരോട് അന്വേഷണം ആ, പറഞ്ഞേ. പറഞ്ഞേക്കാം. വണ്ടി എടു. അല്ല നീ ആടിനെ പിടി, ഞാൻ എടുക്കാം. ചാടിക്കില്ല. ഫസ്റ്റ് ഇട്. എടുക്ക്. ഫസ്റ്റ് ഇട്. ഫസ്റ്റ് ഇട്. ഫസ്റ്റ് അല്ലേ? അപ്പോ ജോസൂട്ടി ചേട്ടൻ ആട്ടുകുഞ്ഞിനെ വെച്ച് നമുക്ക് അടുത്ത റീൽ എടുത്താലോ? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് നമുക്ക് അവിടെ എടുത്താലോ? എന്നാ ഫോൺ അവിടെ സെറ്റ് ചെയ്യാം. വേഗം വാ. നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ മനുഷ്യ? ഈ പെമ്പിള്ളാരുടെ പുറകെ ഇങ്ങനെ ബൈക്കും കൊണ്ട് നടക്കാൻ. എടീ 10-25 വർഷം സർവീസിലുണ്ടായിരുന്ന ഞാൻ നിനക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയോ? പിന്നെ അതൊക്കെ നോക്കിയാൽ പെമ്പിള്ളാരെ വളർത്താൻ പറ്റുമോ? ഇത് പഴയ കാലമൊന്നും അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നേരെ ചൊവ്വേ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ന്യൂസ് ചാനലിലെ നിമ്മിയുടെ തിരോധാനം അന്തിച്ചർച്ച കാണാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കില്ല. ഷോ, ഈ പോലീസുകാരല്ല ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. നിങ്ങളുടെ തലക്കെത്തെന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ ചികിത്സിച്ചാ കൊള്ളാം. എനിക്കല്ല കുഴപ്പം, നിനക്കാ കുഴപ്പം. എന്ത് ചേട്ടാ, ഈ തൊണ്ടിയിലെ തോമാശന്റെ വീടേതാ? എഴുതുന്നുണ്ട്? എനിക്കറിയുന്നില്ല. നീ ആ റോട്ടിലങ്ങനെ പോയി അന്വേഷിക്കും. അതാ കയറ്റത്തിൽ വിടല്ലേ? നിങ്ങൾക്ക് അതങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നു. നിനക്കറിയാണ്ട, ഇത് വഴി രണ്ട് വന്നിട്ടുള്ളതൊന്നല്ല. ഓരോരുത്തരും അറിയിക്കോളും. എന്നെ കുറിച്ച് അറിയില്ല അവന്, എനിക്കെല്ലാം അറിയാം. മനസ്സിലായ? ഇങ്ങോട്ട് വന്നേ. നീ അവളമാരുടെ റൂമിൽ കയറി നോക്കിണ്ട, മുഴുവൻ ചൈനക്കാരാ. പ്രപഞ്ചത്തിലെ പോരാളി. ഈ ചെറുക്കന്റെ കയ്യിൽ വണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ജോസൂട്ടി? എടീ പിന്നെ എങ്ങനെ അവൻ ഡ്രൈവിംഗ് പഠിക്കുന്നേ? ഇതിനെ പിടിച്ചോണ്ട് അവൻ ഇരിക്കാൻ മേലെന്ന്. ഇതിന് എന്നാ കൊടുത്തു? 5. എന്തോ ഒന്നില്ല. ഈ മാസത്തെ ചിട്ടിയുടെ പൈസ അടച്ചോ മാതൃത്വത്തില്? നീ എന്നാടാ കൊടുക്കാ? ഞാനാണോ അടക്കണ്ടേ? ഇവിടുത്തെ കോഴിയും പശുവൊന്നും പോരാനായിട്ടാണോ? ആനെ കൊണ്ടുവരണോ? ഡോളി ഡോളി ഡോളി. കിട്ടിയപ്പോഴേക്ക് പേര് കിട്ടോ? അത് നമ്മുടെ പുളിക്കല ജോർജ് ഇട്ടുചായന്റെയാ. പുള്ളി വിളിക്കുന്ന പേരാ. നിനക്ക് വേണേ വേറെ പേരിട്ടോ. ഒരു സാധനം കൂടി ഉണ്ട്. നന്നായിടാ. അല്ലെങ്കിൽ പിള്ളേർക്ക് ആട്ടുംപാല ബെസ്റ്റ്. അറിയോ? അങ്ങനെ പറഞ്ഞു. എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മച്ചി. ആടെ അടുത്ത് വെല്ലുമ്മച്ചക്കൊരു കോഴി. ഇത് നമ്മുടെ പേടയല്ലേ? അയ്യോ, ഇന്ന് മുതൽ അത് ഇതിനെയല്ലേ ഞാൻ നേർച്ച കൊടുത്തത്? അതിനെ വിളിച്ചോണ്ട് പോന്നോ? എനിക്കതറിയാമോ? ഞാൻ നോക്കിയപ്പോ നല്ല മുട്ടയിടുന്ന പൂവനാന്ന് വിചാരിച്ചു. അല്ല, പേടയാന്ന് വിചാരിച്ചു. ഇതിന്റെ മുട്ടയല്ലേ ഞാൻ എല്ലാ ദിവസവും കടയിലേക്ക് തന്നു വിടുന്നേ? ഇതിലും ഭേദം നിങ്ങൾ പട്ടാളത്തിൽ മുട്ട നോക്കി ഏത് കോഴി ഇട്ടെന്ന് എനിക്കറിയാവോ? ഞാനൊരു പണിയെടുത്ത് അമ്മച്ചി എന്നാണ്